Hi friends, welcome to Garam Masala, the magic spices of cooking. ബ്രെഡ് പിസ്സ. ഓർഡിനറി ബ്രെഡ് പിസ്സയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബ്രെഡ് ബേസ് പിസ്സയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ട ചേരുവകൾ: ബ്രെഡ് 4 സ്ലൈസസ്, പിസ്സ സോസ് 1/2 കപ്പ്, മോസറല്ല ചീസ് 1/4 കപ്പ്, ഒലിവ് സ്ലൈസ് ചെയ്തത് 3 ടേബിൾ സ്പൂൺ, വെജിറ്റബിൾസ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് റിംഗ് ആയി മുറിച്ചെടുത്തിട്ടുള്ള സവാള ഒരെണ്ണം, തക്കാളി ഒരെണ്ണം, ബെൽ പെപ്പർ 3 പീസ്, ഒറിഗാനോ 1 പിഞ്ച്, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, മുട്ട 2 എണ്ണം, ക്രഷ് ചെയ്ത കുരുമുളക് 1 ടീസ്പൂൺ. ആദ്യം നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കാം. മുട്ട, കുരുമുളക്, ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബ്രെഡിന്റെ എഡ്ജസ് എല്ലാം മുറിച്ച് മാറ്റാം. ഇതിനെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം. ഇതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിക്കാം. ഈ എഗ് ബാറ്ററിൽ ആണ് ബ്രെഡ് പീസസ് സോക്ക് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിസ്സ ബേസ് നല്ല സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റിയുമായിരിക്കും. ഒരു വൈഡ് റൗണ്ട് പാനിലോട്ട് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസിനെ സ്പ്രെഡ് ചെയ്യണം. നമ്മുടെ പിസ്സ ബേസ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. നമുക്കിതിനെ ഫ്ലിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസ് തയ്യാറായിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിലായി നമുക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. അടുത്തതായി നമുക്ക് ഇതിന്റെ മുകളിൽ വെജിറ്റബിൾസ് ആണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ഞാനിവിടെ സവാള, തക്കാളി, ബെൽ പെപ്പർ ഇവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കുക്കായ വെജിറ്റബിൾ ആണ് വേണ്ടത് എങ്കിൽ ഈ വെജിറ്റബിൾസിനെ 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്യണം. 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇവിടെ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് ഒലിവ് സ്പ്രെഡ് ചെയ്യാം. അടുത്തതായി ചീസ് കൂടെ സ്പ്രെഡ് ചെയ്യണം. 1 പിഞ്ച് ഓർഗാനോ, ഒരൽപ്പം ഉപ്പ് ഇവ കൂടെ നമുക്ക് ഇതിന്റെ മുകളിലായി സ്പ്രിങ്കിൾ ചെയ്യണം. നമുക്കിതിനെ അടച്ചു വെച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചീസ് മെൽറ്റായി വന്നിട്ടുണ്ട്. അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി, ടേസ്റ്റി ആൻഡ് യമി ബ്രെഡ് ബേസ് പിസ്സ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.